എക്സാമിന് ശേഷം അങ്ങനെ ബുക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെങ്കിലും കുറച്ച് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കില്ലല്ലോ അല്ലെങ്കിലും. അങ്ങനെ ഞാൻ കുറച്ച് ജനറൽ കോപ്പറേഷൻ മാത്രം ഒന്ന് നോക്കി വെച്ചു കേട്ടോ. നമ്മുടെ പാരീസിൻ്റേതും അതുപോലെ തന്നെ ICAയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ ഓരോ സ്റ്റേജുകളൊക്കെ ഉണ്ടല്ലോ. 4 സ്റ്റേജായിട്ടാണല്ലോ നമ്മുടെ സഹകരണം. അപ്പോൾ അത് ഞാൻ ഒന്ന് നോക്കായിരുന്നു. അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞാൻ എൻ്റെ മേശപ്പുറത്തേക്കൊന്ന് നോക്കിയത്. ഭയങ്കര കച്ചറായി കിടക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് തുന്നലും വെട്ടലും വർക്ക് ചെയ്യലും എല്ലാം കൂടിയായിട്ട് എല്ലാം ഇങ്ങനെ വെട്ടി ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇനി എല്ലാം കൂടെ കല്യാണം ആവുന്നത് വരെ ഇതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും, വീണ്ടും ഇതുപോലെ കച്ചറയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസിന് ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബ്ലൗസിനാട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഇങ്ങനത്തെ ഒരു ചെപ്പിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്, നമുക്ക് എടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തൊക്കെ മേടിച്ചിട്ടുള്ളതെന്ന്. അത്യാവശ്യം ഞാൻ തരക്കേടില്ലാണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഷെല്ലുകളൊക്കെ ആയിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ബ്ലൗസിൻ്റെ കയ്യുമ്മലും ഒക്കെ വെക്കാനായിട്ട് നല്ലതാണ്. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗോൾഡൻ മണി ഉണ്ട്. പിന്നെ ഇതിൻ്റെ നേരത്തെ കാണിച്ച സിൽവറിൻ്റെ തന്നെ ഗോൾഡൻ ഷെയ്ഡ് ഉള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗോൾഡൻ മണി ഇതില്ലാണ്ട് നമുക്ക് ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഞാൻ റെഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പണ്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഗോൾഡൻ്റെ തന്നെ റിങ് ഉണ്ട്, ഇതാട്ടോ റെഡ്. പിന്നെ ഞാൻ ഇതിന് മുമ്പേ കുറച്ച് ഡ്രസ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ഇത് പണ്ട് മേടിച്ചതാട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഈ പാക്കറ്റ് തരുന്നതിന് പകരം ഇതുപോലത്തെ ഒരു കെട്ടായിട്ട് തരാം. ഇതൊക്കെ 20 റുപ്പീസിനൊക്കെ മേടിച്ചതാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത്രയും ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പാക്കറ്റുകളും അതെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. നമുക്ക് ഇതൊക്കെ ചെയ്യാനൊരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെയ്ത വർക്കാട്ടോ ഇത് ഞാൻ എൻ്റെ ബ്ലൗസിന് വേണ്ടി ചെയ്തതാണ്. ഇതുപോലത്തെ ഗോൾഡൻ മണി അതുപോലെ തന്നെ ഇതൊക്കെ വെച്ച് നല്ല സിമ്പിളായിട്ട് തുന്നിയെടുത്തത് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് കാണാനായിട്ട് അത്ര കുഴപ്പമില്ലാത്ത ടൈപ്പാണ്. ഇത് ഗ്രീൻ ബ്ലൗസിന് ചെയ്തത്. ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ തന്നെ 3 മണികൾ ആദ്യം തന്നെ നമ്മൾ തുന്നുക, അതിന് ശേഷം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കേണ്ടതാട്ടോ ഇത്. അപ്പോൾ ഗ്രീനിന് നമുക്ക് ഏത് ചെയ്താലും നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗി തോന്നിക്കുന്നൊരു കളറാണ് ഈ ഡാർക്ക് ഗ്രീനൊക്കെ. ഫസ്റ്റ് കാണിച്ച ബ്ലൗസിൽ എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ നമുക്ക് അതുമ്മൽ അത്രയ്ക്ക് സ്യൂട്ടാവുമെന്ന് തോന്നുന്നില്ല, കാരണം അതിനൊരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ സോഡ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സോഡ സർവത്ത് കുടിക്കുക അല്ലെങ്കിൽ ഉപ്പ് സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മധുരം മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും പിന്നെ ഏതായാലും മധുരം ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് ഇതേ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഉപ്പിൻ്റെ അത്ര ടേസ്റ്റൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ സോഡയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഡ സർവത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് കുടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ വെറുതെ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലത്തെ സോഡ സർവത്തൊക്കെ കുടിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നറുനണ്ടി ഉണ്ടാക്കലുണ്ട്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു കുപ്പി സോഡ ഒക്കെ മേടിക്കാനായിട്ട് നറുനണ്ടിയും അതുപോലെ തന്നെ സോഡ ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കുടിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ല ഇതാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നറുനണ്ടി സർവത്തൊക്കെ. അപ്പോൾ നറുനണ്ടിക്ക് ഇപ്പോൾ അത്ര റേറ്റൊന്നുമില്ല, ഒരു 20 രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടും നമുക്ക്. അത് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവത്ത് വേണ്ടിയിട്ടുള്ള ലായനി റെഡിയാവും. അങ്ങനെ നമ്മുടെ നറുനണ്ടി സർവത്ത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇനി ഇപ്രാവശ്യം വേനലാകുമ്പോഴേക്കും ഞാൻ അടുത്തത് ഉണ്ടാക്കി വെക്കും. ഞങ്ങൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കുടിക്കാം. കുറച്ച് കട്ടിയായിട്ട് വെക്കണം എന്നുള്ളൂ, കുറച്ച് തിക്കായിട്ട്. അപ്പം നമുക്ക് എടുത്തൊക്കെ വെക്കാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ സോഡ സർവത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് പുളി ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അധികം പുളിയാണെന്ന് വെച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ ഏതായാലും കുടിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മധുരം അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കുടിച്ചപ്പോൾ തന്നെ ഏകദേശം വയറൊക്കെ ഫുള്ളായി. ഇനി നമുക്ക് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇന്ന് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും സാമ്പാറും കൂടെ ആവാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ചാറ് കറി എല്ലാ ദിവസവും ഉണ്ടാവലുണ്ട്. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ഇതേ ഉണക്കയില വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കയിലുള്ള കാരണം ചോറ് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും മാത്സാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ സബ്ജക്റ്റ്. അപ്പോൾ ഏതായാലും മാത്സ് 1-2 പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. ഇനി വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പഠിപ്പൊന്നും നടക്കില്ല.
അപ്പോൾ ഉള്ള സമയം കൊണ്ട് കുറച്ച് മാത്സെങ്കിലും ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് പകുതിയൊന്നും കവർ ചെയ്യാതെ കേട്ടോ പോയത് തന്നെ. അപ്പോൾ എനിക്ക് ഈ അടുത്ത എക്സാമിനെങ്കിലും നമുക്ക് എല്ലാതും ഒരു 80% എങ്കിലും കവർ ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. നമുക്ക് 100% ഇങ്ങനത്തെ എക്സാമിന് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ ടെക്സ്റ്റ് പേപ്പറാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം. ഫുള്ളായിട്ട് തന്നെ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഇത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു മാക്സിമം നമ്മൾ പഠിച്ച് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഏതായാലും മാത്സ് ഏതായാലും പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും സമയമൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.